ആ ക്രിസ്മസ് കാർഡുകളിൽ മണിപ്പൂരിലെ നിരപരാധികളുടെ രക്തമുണ്ട്. ആ ക്രിസ്മസ് കാർഡുകളിൽ പുറത്തൊരു ക്രിസ്മസ് വിളക്ക് തൂക്കാൻ കഴിയാത്ത ആളുകളുടെ നെടുവീർപ്പുണ്ട്. കൺമുന്നിൽ നിന്നും മായാറായോ മണിപ്പൂർ? മണിപ്പൂർ എന്നത് എന്നും ഇന്ത്യക്ക് ഒരു വേദന തന്നെയാണ്. 2 സ്ത്രീകളാണ് തെരുവിലൂടെ അഥവാ റോഡിലൂടെ നഗ്നരാക്കി നടക്കപ്പെട്ടത്. മറക്കാറായിട്ടില്ല ഇന്ത്യക്ക് ആ സംഭവങ്ങളൊന്നും. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ ഓർമ്മിപ്പിച്ചതും. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ വലിയ വിവാദമായിരുന്നു. ആ വിവാദമുണ്ടാക്കിയത് 3 വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ 3 വാക്കുകളും കഴിഞ്ഞ ദിവസം തിരിച്ചെടുത്തിരുന്നു. പക്ഷേ തന്റെ രാഷ്ട്രീയ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്ന് സജി ചെറിയാൻ വീണ്ടും പറഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ അദ്ദേഹം ഉറച്ചു തന്നെയാണ് എന്ന് അദ്ദേഹം വീണ്ടും പ്രഖ്യാപിച്ചു. ഇത് ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം സജി ചെറിയാന്റെ ആ വാക്കുകൾ അഥവാ ആ പരാമർശം വലിയ രീതിയിൽ വിവാദമായപ്പോൾ ഒരൊറ്റൊരാൾ പോലും കൂടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാട് തീർത്തും വ്യക്തിപരമാണ് എന്നായിരുന്നു എല്ലാ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ്, പാർട്ടിയുടെ തീരുമാനമല്ല, പാർട്ടിയുടെ നിലപാടല്ല എന്നാണ്. അതുപോലെ തന്നെയായിരുന്നു KM മാണിയുടെയും പ്രതികരണം. എന്നാൽ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറഞ്ഞത് അങ്ങേയറ്റം മോശമായ പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത് എന്നാണ്. എന്തായിരുന്നു ആ മോശം പരാമർശം എന്നില്ലേ? രാഷ്ട്രീയ നിലപാട് കൃത്യമായിരുന്നില്ലേ? കാരണം എന്താണ് ഇന്ന് കേരളത്തിലെ അഥവാ എന്താണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ സാഹചര്യം എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളിലെ വീഞ്ഞ്, കേക്ക്, രോമാഞ്ചം എന്നീ വാക്കുകൾ അദ്ദേഹം പിൻവലിച്ചു. പക്ഷേ രാഷ്ട്രീയ നിലപാട് ഇന്നും ഉറപ്പുള്ളത് തന്നെയാണ്. ആ രാഷ്ട്രീയ നിലപാട് ഇതാണ്. അതായത് ബിഷപ്പുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ മറന്നുപോകുന്ന ഒന്നുണ്ട്, മണിപ്പൂരിലെ കരച്ചിൽ അഥവാ മണിപ്പൂരിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും മണിപ്പൂരിലെ ആ കലാപങ്ങളും എല്ലാം തന്നെ. അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു സജി ചെറിയാൻ ചെയ്തത്. ബിഷപ്പുമാർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. ഇന്ന് ഇവിടെ ഇതാ വീണ ജോർജും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. വീണ ജോർജിന്റെ പേരും ഈ പ്രസംഗവും ഈ വാക്കുകളും പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണവും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം സജി ചെറിയാന്റെ വാക്കുകൾ വലിയ വിവാദമുണ്ടായി. അതേ സാഹചര്യത്തിൽ തന്നെയാണ്, ഇതേ പോയിന്റുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഇപ്പോൾ വീണ ജോർജും പറയുന്നത്. വീണ ജോർജിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ചിലത് ഓർമ്മിപ്പിക്കാനുണ്ട്, ചിലത് ചോദിക്കാനുമുണ്ട്. എന്താണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് മൗനമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങ് മണിപ്പൂർ എന്ന് സന്ദർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? അവിടെ സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ട് നടന്നില്ലേ? അവിടെ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടില്ലേ? അവിടെ യുവാക്കൾ വധിക്കപ്പെട്ടില്ലേ? ഇന്ത്യയിൽ മണിപ്പൂർ അശാന്തമായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും അവിടെ ഒരു ജില്ലയിൽ 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ. ഇങ്ങനെ ബിഷപ്പുമാരെ ഇതുപോലുള്ള നേതാക്കൾ വന്ന് ഓർമ്മിപ്പിക്കേണ്ട സാഹചര്യം. അങ്ങനെ ബിഷപ്പുമാർ മറന്നു കളയാൻ മാത്രമായോ മണിപ്പൂരിലെ ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ട്? അല്ലെങ്കിൽ മണിപ്പൂരിലെ ഒന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ, എല്ലാം തുടർക്കഥ പോലെ തുടരുക തന്നെയാണ്. അത് മനഃപൂർവ്വം മറന്നു എന്ന് നടിക്കുകയാണ് BJP. അഥവാ അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടില്ല എന്നാണ് BJPയോ അഥവാ കേന്ദ്ര സർക്കാരോ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കേണ്ട ആവശ്യം ബിഷപ്പുമാർക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്നലെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും പലരും വിമർശനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും ചോദിച്ചത് ഇത് തന്നെയാണ്, ഇതേ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ്. മണിപ്പൂരിലെ രാഷ്ട്രീയ സംഭവങ്ങൾ മറന്നു പോകാറായിട്ടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സജി ചെറിയാനും വീണ ജോർജുമാണ്. നോക്കൂ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബിഷപ്പുമാർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ബിഷപ്പുമാർ പറഞ്ഞത് സജി ചെറിയാൻ വീഞ്ഞ്, കേക്ക്, രോമാഞ്ചം എന്നീ വാക്കുകൾ പിൻവലിച്ച സമയത്ത് ബിഷപ്പുമാർ അത് അംഗീകരിക്കുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ബിഷപ്പുമാർ ഒരു ന്യായീകരണം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു അതിനു മുൻപേ. ആ ന്യായീകരണം ഇപ്രകാരമായിരുന്നു. അതായത് തങ്ങൾക്ക് ലഭിച്ചത് ഒരു വിരുന്ന് സൽക്കാരമാണ്, ഈ സൽക്കാര ചടങ്ങിലല്ല മണിപ്പൂരിനെ പറ്റി സംസാരിക്കേണ്ടത് എന്നാണ്. എന്നാൽ BJPയുടെ ഉദ്ദേശം വിരുന്ന് സൽക്കാരം മാത്രമായിരുന്നു? ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ വിളിച്ചുകൊണ്ട് വിരുന്ന് നൽകുക എന്നുള്ളത് മാത്രമായിരുന്നു BJPയുടെ അജണ്ട എന്നുള്ളൊരു ചോദ്യമില്ലേ? ആ ചോദ്യം ബിഷപ്പുമാർക്ക് എന്താണ് മനസ്സിലാകാതിരുന്നത്? BJPയുടെ കൃത്യമായ അജണ്ട ക്രൈസ്തവ വോട്ട് ശേഖരണമാണ് എന്ന് BJP മുൻകൂട്ടി പറഞ്ഞതാണ്. അതിനുള്ള കളികൾ BJP മുന്നേ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലാണ് ഈ ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ ഏറെ നടക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP 18 അടവും പയറ്റി തോൽവി സംബന്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇനി അടുത്തത് ക്രൈസ്തവ വോട്ട് ശേഖരണം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്.
മാത്രമല്ല PC ജോർജിനെ പത്തനംതിട്ടയിൽ നിർത്തുന്ന സമയത്തും ഇതേ അജണ്ട തന്നെയാണ് BJPക്ക് പറയാനുള്ളത്. മാത്രമല്ല അനിൽ ആന്റണിയെ കൊച്ചിയിൽ നിർത്തുന്ന സാഹചര്യത്തിലും വികസനം മാത്രമല്ല, ഒരു യുവത്വം എന്ന പ്രതീകം മാത്രമല്ല, മറ്റു പല അജണ്ടകളും BJPക്ക് കേരളത്തിൽ നടപ്പാക്കാനുണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ്. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിറ്റേ ദിവസം മുതൽ തുടങ്ങിയിട്ടുണ്ട് BJPയുടെ പ്രത്യക്ഷമായ പ്രചരണവും അജണ്ടയും എല്ലാം തന്നെ. BJP കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അതായത് 2024 വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അജണ്ടയും വ്യക്തമാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പട്ടിക പോലും BJP പുറത്തിറക്കി കഴിഞ്ഞു. അതിനുള്ള കളികൾ കളിച്ചു കഴിഞ്ഞു. ആ കളികൾ ഇപ്പോൾ ഇന്ന് തൃശൂർ തേക്കിൻകാട് മൈതാനം വരെ എത്തി നിൽക്കുകയാണ്. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് 2 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. ആ പരിപാടിയിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും BJPയുടെ അജണ്ട തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, തൃശ്ശൂരിൽ BJPയുടെ അജണ്ട ഒന്ന് തന്നെയാണ്. അതേസമയം തൃശ്ശൂരിൽ നിന്ന് മാറുമ്പോൾ BJPയുടെ അജണ്ട എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ട് ശേഖരണമാണ്. അതായത് ഓരോ സ്ഥലത്തിനും ഇണങ്ങുന്ന രീതിയിൽ ഓരോ സ്ഥലത്തിന്റെയും ജിയോ പൊളിറ്റിക്സ് കൃത്യമായി പഠിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയാണ്, അജണ്ട തന്നെയാണ് BJP നടപ്പിലാക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം MT രമേശ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ K സുരേന്ദ്രൻ കൂടിയുണ്ട്. അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത്തവണത്തെ തങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ട് ശേഖരണമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ക്രിസ്തുമസിനോടനുബന്ധിച്ചുകൊണ്ട് എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായ അവരുടെ അജണ്ട തന്നെയാണ്, തെരഞ്ഞെടുപ്പ് പോളിസിയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ സന്ദർശിച്ചതിന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ നടത്തിയതിന്റെ ബാക്കി പത്രം കൂടിയാണ്, അല്ലെങ്കിൽ തുടർന്ന് തന്നെയാണ് തങ്ങൾ ഇത്തവണയും ഈ ഒരു ഭവന സന്ദർശനം നടത്തുന്നത് എന്ന് BJP തന്നെ ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയ കാര്യമാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ക്രൈസ്തവ സന്ദർശനങ്ങളും കൂടിച്ചേരലും എല്ലാം തന്നെ ഇത് തന്നെയാണ് വ്യക്തമാക്കി തരുന്നത്. പക്ഷേ അവിടെ അപ്പോഴുമുണ്ട് കത്തുന്ന മണിപ്പൂർ എന്നൊരു പ്രശ്നം. അത് മനഃപൂർവ്വം BJP മറക്കുന്നുമുണ്ട്. പക്ഷേ ഇന്നലെ സജി ചെറിയാന്റെ ഈ ഒരു പരാമർശം വിവാദമായ സാഹചര്യത്തിൽ V മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് BJP ഒരു കാരണവശാലും ക്രൈസ്തവർക്ക് എതിരല്ല, ക്രൈസ്തവർ ഒരിക്കലും BJPക്കും എതിരല്ല എന്നാണ്. കാരണം അതിന് അദ്ദേഹം വ്യക്തമായ തെളിവുകൾ നിരത്തുന്നതെന്ന് പറയുന്നത് 6 സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 6 സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്നത് BJP-യാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഇതാണ്, ക്രൈസ്തവർക്ക് BJP-യോട് എതിർപ്പുണ്ടെങ്കിൽ അത്തരത്തിൽ ഭരണത്തിൽ വരാൻ BJPക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് V മുരളീധരൻ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരും മറന്നുപോയ ഒരു സംഘപരിവാർ അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളും ക്രൈസ്തവരും ന്യൂനപക്ഷങ്ങളുമെല്ലാം തന്നെ ആഭ്യന്തര എതിരാളികൾ ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തന്ത്രമാണ്. ആ തന്ത്രം എല്ലാവരും മറന്നുപോയിരിക്കുന്നു, ബിഷപ്പുമാർ പണ്ടേ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വീണ ജോർജും സജി ചെറിയാനും ഇപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലുമായി എത്തിയിട്ടുള്ളത്. ഈ ഓർമ്മപ്പെടുത്തലുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ, BJP പുതിയ തന്ത്രങ്ങൾ പയറ്റുന്ന സാഹചര്യത്തിൽ തീർത്തും പ്രധാനപ്പെട്ടത് ആണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഓർമ്മപ്പെടുത്തലുകൾ ബിഷപ്പുമാർ സ്വീകരിക്കുക തന്നെ വേണം. ഒരുപക്ഷെ രാഷ്ട്രീയ സാഹചര്യത്തെക്കാൾ കൂടുതൽ ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പോഴും കരയുക തന്നെയാണ്. അവർ ഇപ്പോഴും ആ വേദനയിൽ നിന്നും കരകയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ബിഷപ്പുമാരോട് പറയാനുള്ളത്. അത് തന്നെയാണ് വീണ ജോർജും സജി ചെറിയാനും പറഞ്ഞു വെക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും.